നമുക്കൊരു സ്റ്റിക്കർ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സ്റ്റിക്കർ പിക്ചറൊക്കെ വരച്ച് വെച്ചേക്കണം. അപ്പോൾ ഇത് ഞാൻ സ്കുഷി കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ചിത്രമൊന്നും വരയ്ക്കാൻ അറിയാത്തവർക്ക് ഒരു ആപ്പ് ഉണ്ട്, പേപ്പർ കോപ്പി എന്നൊരു ആപ്പാണ്. അതിൽ നമ്മൾ ചിത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗാലറി കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിലിങ്ങനെ അതിൻ്റെ മുകളിൽ നമ്മളൊരു ഫോണിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിക്ചർ നമുക്ക് പേപ്പറിൽ തരും, അങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കളർ കൊടുക്കാം. ഇത് ഡോംസിൻ്റെ കളറാണ്, 12 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, പെൻസിൽ കളറാണ്. ഇതിന് നല്ല കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊരു ബുക്കുമ്മ വെച്ചിട്ട് ഇത് ട്രേസ് ചെയ്യാം കേട്ടോ. ഇതിന് കളർ കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ബ്ലഷിന് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നമുക്ക് കൊടുക്കാം. ഇതിന് എല്ലാത്തിനും നമ്മൾ ബ്ലഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡ്രസ്സിനൊക്കെ കളറൊക്കെ കൊടുക്കാം. ഇതിൻ്റെ തലക്ക് നമ്മളൊരു ഈ ഒരു കളറാണ് കേട്ടോ, ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ. ഇത് നമുക്ക് ഫുള്ളായി ഇതിൻ്റെ തൊപ്പിയുമ്പോൾ മാത്രം നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ വട്ടമൊക്കെ വെട്ടിയെടുത്ത് കളറൊക്കെ കൊടുത്തു. ഇനി നമുക്കിത് വെട്ടിയെടുക്കുമ്പോൾ നിങ്ങൾ വീഡിയോ നോക്കി ശ്രദ്ധിച്ച് വെട്ടിയെടുക്കാം. അത് നമുക്കിത് ഓരോന്ന് ഇങ്ങനെ വെട്ടാം. ശ്രദ്ധിച്ച് വീഡിയോ നോക്കിയിട്ട് വൈറ്റ് ഭാഗം വിട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് രണ്ടെണ്ണം വെട്ടിയെടുത്തു. അപ്പോൾ നമുക്ക് നീറ്റ് കട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം കുറച്ച് വൈറ്റ് സ്ഥലം വിട്ടിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കണം. നമ്മൾ ശരിക്കത്തെ സ്റ്റിക്കറിൻ്റെ ബാക്കി അവിടെ കുറച്ച് വൈറ്റ് കളർ വിട്ടിട്ടുണ്ടാവുക, അതുപോലെ തന്നെ നമ്മളിത് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്, കുറച്ച് വൈറ്റ് ടാപ്പൊക്കെ വിട്ടിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാ പിക്ചറും വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ 8 എണ്ണാണുള്ളത്. ഇനി നമുക്ക് ഒരെണ്ണം എടുക്കാം. ബാക്കി കണ്ട് കുറച്ചൊന്ന് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലിയർ ടാപ്പ് കണ്ടോ, ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങോട്ട് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു സൈഡിൽ ലേശം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എടുക്കുമ്പോൾ ഒന്ന് ഒട്ടി നോക്കണം. നമ്മൾ ഈ സൈഡിൽ കുറച്ചുകൂടി ഒട്ടിച്ച് കൊടുത്തു. അതുപോലെ അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടി ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ചിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. അപ്പോൾ നമ്മളെല്ലാതും ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. ഇനി ഇത് നമ്മൾ ഇതൊന്നും തന്നെ വെച്ചാൽ നമ്മൾ ഈ ബുക്കൊക്കെ കളയുമ്പോൾ നമ്മൾ കൂടി കളയും. നമുക്കിതൊരു ബട്ടർ പേപ്പറും ഒട്ടിച്ച് കൊടുക്കാം. ഇതിനകത്ത് ബട്ടർ പേപ്പറൊന്നുമില്ല. ഞാനൊരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വാൾ പേപ്പറിൻ്റെ അതിൻ്റെ മുകളിൽ കിട്ടിയ പേപ്പർ ആട്ടത്. അപ്പോൾ അത് ബട്ടർ പേപ്പറിൻ്റെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അടുക്കാൻ വെച്ചു. അതാണ് ഞാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു ഓർഡർ കളക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഒരു പേപ്പർ എടുത്തിട്ട് ഈ ക്ലിയർ പേപ്പർ അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ ഒരു സാധനം, അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചാലും മതി. അത് കുട്ടികളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റിക്കറും ഇതിലേക്ക് നമുക്കൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുമ്മേ ഒട്ടിച്ചിട്ടത് ഇതും ഒട്ടിച്ചപ്പോൾ ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ ഞാൻ ഇതും ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കത് വർക്കിംഗ് ആണോ നോക്കാം. അതിന് വേണ്ടി ഒരു സ്റ്റിക്കർ എടുത്തിട്ട് നമ്മുടെ ഈ കളർ പെൻസിലിൻ്റെ മുകളിൽ നമ്മൾ വെച്ചെടുക്കാം. പ്ലീസ് വർക്കിംഗ് ആണ് നമ്മുടെ സ്റ്റിക്കർ. പ്ലീസ് അതും അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒട്ടിക്കാൻ വിചാരിച്ചു. 2-3 നമുക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കടയിൽ പോയി സ്റ്റിക്കർ വാങ്ങുന്നവരാണെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒരു ടാപ്പ് ഇത് ഇത്രയും വലുതൊന്നും നടന്നില്ല, ഒരു 10 രൂപക്ക് ഇങ്ങനത്തെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ വാങ്ങിച്ചതെന്നുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.